ഭാരതത്തിൻ്റെ സൈനികർ അതീവ ധൈര്യശാലികളും എന്തൊരു ആവശ്യ സന്ദർഭങ്ങളിലും രാജ്യത്തിന് വേണ്ടി ജീവിതത്യാഗം ചെയ്യാൻ സന്നദ്ധമുള്ളവരുമാണ്. ജെറി കൊച്ചായിരുന്നപ്പോൾ തന്നെ ഭയങ്കര സ്മാർട്ടാണ് ആൾ. ചെറുതായിരുന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയും, എടാ നീ ഡ്രൈവർ, ഞാൻ പൈലറ്റാണ്, ഞാൻ നിന്നെക്കാളും വലിയ ആളാണ്, നോക്കിക്കോ എന്ന് പറയും. ആദ്യം എയർഫോഴ്സിലാണ് ഇവന് കിട്ടിയത് സെലക്ഷൻ. 17 വയസ്സായപ്പോൾ 7 കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. ജോലി ഇഷ്ടപ്പെട്ടില്ല, ഓഫീസറാവണം. ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ ഓഫീസറാകാൻ പോവുകയാണ്, പിന്നെ എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടയിൽ അത് മിലിറ്ററിയിൽ വലിയ പാടല്ലേ, എന്നൊക്കെ എയർഫോഴ്സിൽ നല്ലൊരു ജോലി ഉണ്ടല്ലോ, അതൊന്നുമല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ചൊന്നും, ഓഫീസറെ വില ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം അവിടെ, അത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊക്കെ പറയും. ഏപ്രിൽ 22-നായിരുന്നു കല്യാണം. 22-ന് കല്യാണം കഴിഞ്ഞ് ലീവിലായിരുന്നു ഇവിടെ. അപ്പോൾ മെയ് 26-ന് അവിടെ നിന്ന് വിളിച്ചു, പിന്നെ ജെറി ഉടനെ വരണം, റെജിമെൻറ്റ് മൂവ് ചെയ്തു, വൈഫിനെ കൊണ്ടുവരണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നും പറഞ്ഞു. ജൂലൈ 5-ാം തീയതി ഒരു ലെറ്റർ വന്നു. അതിലെഴുതിയിരുന്നത്, അപ്പായും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കരുത്, നിങ്ങൾ അഭിമാനിക്കണം, ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞു. ജൂലൈ 5-നാണ് ഈ എഴുത്ത് ഞങ്ങളെ കൈ കിട്ടുന്നത്. അപ്പോഴേ ഞങ്ങൾക്കൊരു സംശയം, എന്തോ കുഴപ്പമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ജൂലൈ 7-ാം തീയതി രാവിലെ 4 ദിവസം 11-ൻ്റെ അന്ന് ജഡം കൊണ്ടുവന്നു. കാണിച്ചില്ല, അതിലൊന്നുമില്ല. ആദ്യം ഒരു വെടിയുണ്ട്, കയ്യിൽ മറിഞ്ഞ് വീണ്, അത് കഴിഞ്ഞ് കഴിച്ച് പിന്നെയും 2 പേർ കൂടെ ഉണ്ടായിരുന്നവരെ വരട്ടി അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇവൻ തന്നെത്താനെ പിന്നെ 4-5 വെടി പറ പെട്ടെന്ന് വീണ്. അങ്ങനെ ഒന്നുമില്ല, തലയൊക്കെ ചിതറിപ്പോയി, അതിലൊന്നുമില്ലായിരുന്നു. അതോടുകൂടെ ഞങ്ങളെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞാൽ മതി. അത്ര ഒരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക്. പെട്ടെന്ന് 17 വയസ്സിന് ശേഷം കണ്ടിട്ടില്ല അവനെ. പലപ്പോഴും 10 ദിവസം വരും, ഓടി വരും, അങ്ങ് പോകും, അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കിയില്ലല്ലോ. അങ്ങനെ വലിയ വിഷമമായി. ഇന്നും ജെറിയെന്ന് പറയുമ്പോൾ ഞാൻ കരയും. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാർഗിൽ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും അവസാന നിമിഷം വരെ പോരാടി രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരസൈനികനാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. മകൻ്റെയും ഭർത്താവിൻ്റെയും മരണശേഷവും ചെല്ലത്തായമ്മയ്ക്ക് വെങ്ങാനൂരിലെ ഈ വീട്ടിൽ ജീവിക്കാൻ ഇന്നും പ്രചോദനമാകുന്നതും മകൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.